ഹായ്, ഞാൻ ജോസ് കാപ്പൻ. എല്ലാവർക്കും കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന നമ്മുടെ സീരീസിലെ 5ാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ആദ്യ 4 പാർട്ടുകളുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന സീരീസിലൂടെ PSC പരീക്ഷകളിൽ ചോദിച്ചു കാണുന്ന ഒരു മോഡൽ ചോദ്യം അല്ലെങ്കിൽ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒന്നിൽ കൂടുതൽ മോഡൽ ചോദ്യങ്ങളാണ് ഓരോ വീഡിയോയിലും നമ്മൾ പഠിച്ചു പോകുന്നത്. അത് നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലഭ്യമാണ്. കാപ്പൻസ് ലേണിംഗ് സൊല്യൂഷൻസ് എന്നാണ് ചാനലിൻ്റെ പേര്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന മോഡൽസുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇതാണ്: എയുടെ വരുമാനം ബിയുടെ വരുമാനത്തേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? മറ്റൊരു ചോദ്യം: പഞ്ചസാരയുടെ വിലയിൽ 20% വർധനവുണ്ടായാൽ ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഈ 2 മോഡൽ ചോദ്യങ്ങൾ ഒരേപോലെയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്താണ് ആ ക്വസ്റ്റിൻ്റെ അർത്ഥം, അതിൻ്റെ ലോജിക്കൽ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഈ മോഡൽ ചോദ്യം വരുമ്പം ചെയ്യാനുള്ള എളുപ്പമാർഗ്ഗം ഇതാണ്. ശ്രദ്ധിച്ച് കേട്ടോ. ഈ മോഡൽ ചോദ്യം വരുമ്പം ഒരേ ഒരു വാല്യൂവേ ക്വസ്റ്റിനിൽ കാണത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, 25 എന്ന വാല്യൂ മാത്രമേ ക്വസ്റ്റിനുള്ളൂ. വേറെ വാല്യൂസ് ഒന്നുമില്ല അല്ലേ? ആ വാല്യൂ ആദ്യം എടുത്ത് എഴുതി 25. ഒരേ ഒരു വാല്യൂ ഈ മോഡൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണത്തുള്ളൂ. അത് എടുത്ത് എഴുതുക. ആദ്യം 25 ആണ് ക്വസ്റ്റിനിൽ വന്നേക്കുന്നത്, എടുത്തെഴുതി. വ്യക്തമല്ലേ? ഡിവൈഡഡ് ബൈ 25 കഴിഞ്ഞ് വന്നേക്കുന്നത് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. ഇവിടെ കൂടുതലാണ് എന്നാണ് വന്നേക്കുന്നത് അല്ലേ? കൂടുതലാണ് എന്ന് വന്നേക്കുന്നതിനാൽ ഈ 25 100നോട് കൂട്ടി താഴെ എഴുതുക. 125 ഇൻറ്റു 100 ആയിരിക്കും നമ്മുടെ ഉത്തരം. സോൾവ് ചെയ്യാം. ഇതും വെട്ടിപ്പോയി. 5 പ്രാവശ്യം 100/5 ആൻസർ 20%. 20% നമ്മുടെ ഉത്തരം. ഒന്നും കൂടെ പറയാം, ശ്രദ്ധിച്ചോ. ഈ മോഡൽ ചോദ്യം വരുമ്പം ഒരേ ഒരു വാല്യൂവേ ക്വസ്റ്റിനിൽ കാണത്തുള്ളൂ. ഈ ക്വസ്റ്റിനിൽ 25 എന്ന വാല്യൂ ആണ് കിടക്കുന്നത്. ആ 25 ഞാൻ എടുത്തെഴുതി, സംശയമില്ലല്ലോ. ഡിവൈഡഡ് ബൈ അത് കഴിഞ്ഞ് വന്നേക്കുന്നത് കൂടുതലാണ് എന്നാണോ കുറവാണ് എന്നാണോ നോക്കുക. ചിലപ്പോൾ കൂടുതലാണെന്ന് വരും, ചിലപ്പോൾ കുറവാണെന്ന് വരും. ഇവിടെ കൂടുതലാണെന്നാണ് വന്നേക്കുന്നത്. കൂടുതലാണ് എന്നാണ് വന്നേക്കുന്നതെങ്കിൽ ആ കിടക്കുന്ന വാല്യൂ 100നോട് കൂട്ടി താഴെ എഴുതിക്കണം. ഇൻ കേസ് കുറവ് എന്നാണ് വന്നിരിക്കുന്നതെങ്കിൽ 100നോട് കുറച്ച് താഴെ എഴുതിക്കണം. ഇവിടെ കൂടുതലാണെന്നായതുകൊണ്ട് 100നോട് കൂട്ടി എഴുതി 125 താഴെ വരും. ക്ലിയർ അല്ലേ? ഈ 25 100നോട് കൂട്ടി എഴുതി 125 ഇൻറ്റു 100. ഇതൊന്നും വെട്ടിപ്പോയി. 5 പ്രാവശ്യം 100/5 ആൻസർ 20%. നമ്മുടെ ഉത്തരം 20% എന്നാണ്. വ്യക്തമാണോ? ഓക്കെ. ഇനി ഇതിൻ്റെ നോർമൽ മെത്തേഡ് ലോജിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ എളുപ്പമാർഗ്ഗം. ഇനി ഞാൻ പറയുന്ന ആ ലോജിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, ഇത് പഠിച്ചു വെച്ചാൽ മതി. അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. ഇനി കുറച്ച് പേർക്കെങ്കിലും അത് ഉപകാരപ്പെടും, അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. വ്യക്തമാണല്ലോ? നമുക്ക് നോക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എയും ഉണ്ട് ബിയും ഉണ്ട്, 2 ആളുകൾ. എയും ഉണ്ട് ബിയും ഉണ്ട്. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ 2 എക്സാമ്പിൾ വാല്യൂസ് എടുക്കുവാണ്. ബിയുടെ വരുമാനം 100 എന്നെടുത്തു, എയുടെ വരുമാനം 125 എന്നെടുത്തു അല്ലേ? എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 25% കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിയുടെ 100 ആണെങ്കിൽ എയുടെ 25% കൂടുതലായതുകൊണ്ട് എയുടെ 125 ആയിരിക്കും. അപ്പോൾ രണ്ടുപേരുടെയും വരുമാനങ്ങൾ 100ഉം 125. ഇനി കണ്ടുപിടിക്കേണ്ട ഇതാണ്: ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര കുറവാണ്?
എയുടെ വരുമാനം വെച്ച് കമ്പയർ ചെയ്ത് പറയണം ബിയുടേത് എയുടേതിനേക്കാൾ എത്ര കുറവാണ്. എത്ര കുറവാന്ന് കാണുമ്പോഴേ മനസ്സിലാവും 25. ഇത് എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്ന് അറിയണം. അപ്പോൾ എയുടെ വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പറയണം അല്ലേ. അപ്പോൾ ഈ 25 125ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയണ്ടേ. വ്യത്യാസം 25. ഇത് എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവാണെന്ന് അറിയണ്ടേ അല്ലേ. അപ്പോൾ 25 എന്നത് 125ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിഞ്ഞാൽ ഉത്തരവായി അല്ലേ. അപ്പോൾ 25/125 × 100 ഉത്തരം. കണ്ടോ, 25 വ്യത്യാസം. അത് 125ൻ്റെ എത്ര ശതമാനമാണെന്ന് അറിയണം. 25 125ൻ്റെ എത്ര ശതമാനമാണെന്നറിയാൻ 25/125 × 100. കണ്ടോ, വെട്ടിക്കളയുമ്പോൾ 5, ആൻസർ 20% എന്ന് കിട്ടും. ക്ലിയർ ആണോ? അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്കൽ മെത്തേഡ്. മനസ്സിലായില്ലെങ്കിലും സാരമില്ല, വിട്ടേക്കുക. അത് കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലായി കാണും. ഇതതിൻ്റെ എളുപ്പമാർഗ്ഗം. ഈ മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കൂട്ട് തന്നെ കുറച്ച് മോഡൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 50% കൂടുതലാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കുറവായിരിക്കും? ക്വസ്റ്റ്യൻ വ്യക്തമാണല്ലോ. നോക്കിക്കേ, ഒരേ ഒരു വാല്യൂവേ ക്വസ്റ്റ്യനിലുള്ളൂ. ഇത് എഴുതി 50, ആ വാല്യൂ എടുത്തെഴുതി, ഡിവൈഡ് ബൈ. അത് കഴിഞ്ഞ് കൂടുതലാണെന്നാണോ കുറവാണെന്നാണോ നോക്കുക. കൂടുതലാണെന്നായതുകൊണ്ട് ഈ 50 100നോട് കൂട്ടി താഴെ എഴുതണം, 150. ക്ലിയർ അല്ലേ? × 100 ഉത്തരം. ശരിയാണോ? ഇതും വെട്ടിപ്പോയി 3 പ്രാവശ്യം. 100/3 33.33% ഉത്തരം. വ്യക്തമാണോ? എളുപ്പമല്ലേ ചെയ്യാൻ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എയുടെ വരുമാനം ബിയുടേതിനേക്കാൾ 20% കുറവാണെങ്കിൽ ബിയുടെ വരുമാനം എയുടേതിനേക്കാൾ എത്ര ശതമാനം കൂടുതലായിരിക്കും? ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ ഒരേ ഒരു വാല്യൂ, ഏതാത്? 20 എടുത്തെഴുതി, ഡിവൈഡഡ് ബൈ. കൂടുതലാണെന്നാണോ കുറവാണെന്നാണോ നോക്കുക. ഇവിടെ എന്താണ്? കുറവാണെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ 20 100നോട് കുറച്ച് എഴുതണം. അപ്പോൾ എത്രയാ? 80 × 100 ഉത്തരം. വ്യക്തമല്ലേ? ഇതും വെട്ടിപ്പോയി 4 പ്രാവശ്യം. 100/4 ആൻസർ 25%. വ്യക്തമല്ലേ? അപ്പോൾ ഈ മോഡൽ ചോദ്യങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതേ രീതിയിൽ ചെയ്യാവുന്ന മറ്റൊരു മോഡൽ ചോദ്യം ഉണ്ടല്ലേ, അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. പഞ്ചസാരയുടെ വിലയിൽ 20% വർധനവുണ്ടായാൽ ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പ്രൈസ് ഇൻറ്റു കൺസപ്ഷൻ ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ, വില ഇൻറ്റു ഉപയോഗം ഈക്വൽ ടു ചിലവ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, അതായത് 25 രൂപയാണ് 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില എന്ന് വിചാരിക്കുക. നിങ്ങൾ ഒരു മാസം 4 കിലോഗ്രാം യൂസ് ചെയ്യുമെന്ന് വിചാരിക്കുക. 25 രൂപയാണ് 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില. ഒരു മാസം നിങ്ങൾ 4 കിലോഗ്രാം യൂസ് ചെയ്യും. അപ്പം 100 രൂപയാണ് പഞ്ചസാരയ്ക്ക് വേണ്ടി ഒരു മാസം നിങ്ങൾ നീക്കി വെക്കുന്നത്. 25 രൂപ പഞ്ചസാരയുടെ വില, 4 കിലോഗ്രാം ഒരു മാസം വീട്ടിൽ വേണം, 100 രൂപ പഞ്ചസാരയ്ക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും. പക്ഷേ ഈ പ്രാവശ്യം പഞ്ചസാര വാങ്ങാൻ ചെന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പഞ്ചസാരയുടെ വില കൂടി. എത്ര ശതമാനം കൂടി? 20% കൂടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ നമ്മുടെ ചെലവ് 100 രൂപയാണ് പഞ്ചസാരയ്ക്ക് വേണ്ടി ഓരോ മാസവും മാറ്റി വെച്ചേക്കുന്നത്. ഇതിൽ മാറ്റം വരാൻ പാടില്ല. വില 25 ആയിരുന്നപ്പോൾ 4 കിലോഗ്രാം യൂസ് ചെയ്യുമായിരുന്നു, 100 രൂപയ്ക്ക് സാധനം കിട്ടുമായിരുന്നു. ഇപ്പോൾ വില കൂടി അല്ലേ? നമുക്കറിയാം, വില കൂടുകയും ചെയ്തു, ചിലവിൽ മാറ്റം വരാൻ പാടില്ല താനും. അങ്ങനെയാണ് ഇനി ഒരു മാർഗ്ഗമേ നമ്മുടെ മുന്നിലുള്ളൂ, ഉപയോഗം കുറയ്ക്കണം. 4 കിലോഗ്രാം യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥാനത്ത് കുറയ്ക്കണം. ഉപയോഗം കുറച്ചാൽ നമുക്ക് 100 രൂപയെ തന്നെ നിർത്താൻ പറ്റും അല്ലേ? അപ്പോൾ വില കൂടുന്നതിനനുസരിച്ച് ഉപയോഗം കുറച്ചുകൊണ്ടിരുന്നാൽ ചിലവിൽ മാറ്റം വരാതിരിക്കും. അതാണ് അവർ ചോദിച്ചേക്കുന്നത്. മനസ്സിലായോ? വില 20% കൂടിയാൽ ഉപയോഗം എത്ര ശതമാനം കുറച്ചാലാണ് ചിലവിൽ മാറ്റം വരാതിരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചോദിച്ചാലും ചെയ്യുന്ന രീതി നമ്മൾ മുമ്പേ ചെയ്ത രീതി തന്നെ. ക്വസ്റ്റ്യനിൽ ഒരേ ഒരു വാല്യൂ ഉള്ളൂ, ആ വാല്യൂ എടുത്ത് എഴുതി 20 ഡിവൈഡഡ് ബൈ. കൂടുതലാണെന്നാണ് കുറവാണെന്നാണ് നോക്കുക. കണ്ടോ, 20% വർധനവ് കൂടുതലാണ്, കൂടി വരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം 100നോട് കൂട്ടി താഴെ എഴുതാം, 120 × 100 നമ്മുടെ ഉത്തരം.
കണ്ടോ, ഇതും ഇതും വെട്ടിപ്പോയി 6 പ്രാവശ്യം 100/6. 2 വെച്ച് വീണ്ടും വെട്ടിക്കളയാം, 50/3 എന്ന് വരും. 50/3 എന്ന് പറഞ്ഞാൽ 16.66 സംതിങ്. ഇതാണ് ഉത്തരം. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, 1-2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം നമുക്ക്. പഞ്ചസാരയുടെ വിലയിൽ 10% വർധനവുണ്ടായാൽ ചിലവിൽ മാറ്റം വരാതിരിക്കാൻ ഉപയോഗം എത്ര ശതമാനം കുറയ്ക്കണം? വ്യക്തമാണല്ലോ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഒരേ ഒരു വാല്യൂ, ഏതാത്? 10 ഡിവൈഡഡ് ബൈ വർധനവെന്ന് അത് കഴിഞ്ഞ് വന്നേക്കുന്നു. അപ്പം 100നോട് കൂട്ടി എഴുതണം 110 ഇൻറ്റു 100 ഉത്തരം. വ്യക്തമല്ലേ പിള്ളേരെ? ഇതും വെട്ടിപ്പോയി 100 ഡിവൈഡഡ് ബൈ 11 എന്ന് വരും. നമുക്ക് ഉത്തരം 9/1/11%. 9/1/11%. ക്ലിയർ ആണോ? അപ്പം ഈ മോഡൽ ചോദ്യങ്ങൾ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന മറ്റൊരു മോഡൽ ചോദ്യമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.